ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഇലക്ട്രോണിക്സ് ഡിവൈസാണ്. ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ ഫോൺ പോലുള്ള എന്തെങ്കിലും ചെറിയ ഉപകരണങ്ങൾ അതിൻ്റെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം നമുക്കത് ഓഫ് ആക്കണം എന്നുണ്ടെങ്കിൽ മിക്കപ്പോഴും മറന്നു പോകാറുള്ളതാണ്. അപ്പം ഈ ഒരു അഡാപ്റ്റർ അല്ലെങ്കിൽ ഒരു ഡിവൈസെ കണക്ട് ചെയ്തിട്ട് നമ്മൾ അതിനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇത്ര സമയം കഴിയുമ്പോഴത്തേക്ക് നമുക്കതിനെ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവുന്നതാണ്. കാരണം നമുക്ക് സമയം സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അത് എത്ര മണിക്കൂർ മിനിറ്റ് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ഓൾറെഡി സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആവശ്യം എത്രയാണോ ആ സമയം നമുക്കിവിടെ സെറ്റ് ചെയ്യാം. ഉദാഹരണം ഇപ്പോൾ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനായിട്ട് 1 മണിക്കൂറാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ ആ 1 മണിക്കൂർ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ സ്വിച്ച് നമുക്ക് ഓൺ ആക്കിയതിന് ശേഷം കൃത്യം 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഈ ഡിവൈസ് ഓഫ് ആവും. അപ്പോൾ പിന്നെ ബാക്കിയുള്ള ചാർജിങ് മുമ്പോട്ട് നടക്കത്തില്ല. ഞാനിതൊന്ന് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് ഞാൻ മേടിച്ചിട്ട് ഏകദേശം 2 മാസത്തോളമായി. നേരത്തെ കണ്ട വീഡിയോ അത് മേടിച്ചപ്പോഴത്തേക്കാണ്. ഇത് കണക്ട് ചെയ്യാം. അതിന് മുമ്പായിട്ട് ഞാൻ എൻ്റെ ഡിസ്പ്ലേയുടെ ആ ഒരു സൈഡിൽ ഒരു ബ്ലാക്ക് ഷീറ്റ് ഒട്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡിസ്പ്ലേക്ക് ഇച്ചിരി ബ്രൈറ്റ് കൂടിയ കാരണം ഞാൻ അത് കുറയ്ക്കാനായിട്ടാണ് ബ്ലാക്ക് ഒട്ടിച്ചിരിക്കുന്നത്. കൂടാതെ ഇതിന് സ്റ്റാർട്ടും സ്റ്റോപ്പ് ബട്ടണുണ്ട്. താഴെ ഒരു ഓണെന്ന് പറഞ്ഞൊരു LED-യുടെ ഒരു ബൾബിൻ്റെ ഒരു ചെറിയ ഇൻഡിക്കേറ്ററുണ്ട്. പിന്നെ ഇവിടെ പ്ലസും മൈനസും. പ്ലസ് നമുക്ക് ഇതിൻ്റെ നെറ്റ് ടൈം കൂട്ടണം. ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അത് കണക്ട് ചെയ്ത് ഇനി നമുക്ക് ഓൺ ചെയ്യാം. ഓൺ ചെയ്യുമ്പോൾ ലോഡിങ് കാണിക്കും. ലോഡിങ് കാണിച്ച ശേഷം ആദ്യം വന്ന് കിടക്കുന്നത് 15 മിനിറ്റാണ് വന്ന് കിടക്കുന്നത്. അത് കുറയ്ക്കാൻ പറ്റത്തില്ല. മാക്സിമം 15 മിനിറ്റ്. ശേഷം നമുക്ക് അതിൻ്റെ പ്ലസ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈം മുമ്പോട്ട് കൊണ്ടുവരാം. ഓരോ 15 മിനിറ്റ് വെച്ചാണ് ടൈം കാണിക്കുന്നത്. മാക്സിമം വരുന്നത് 9 മണിക്കൂർ 45 മിനിറ്റാണ് കാണിക്കുന്നത്. നമുക്കത് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ മൈനസ് ക്ലിക്ക് ചെയ്ത് കുറയ്ക്കാൻ പറ്റും. പ്ലസ് അടിച്ചാൽ വീണ്ടും അത് കൂട്ടാം. 9:40 ശേഷം തിരിച്ച് വീണ്ടും അത് 15 മിനിറ്റിലേക്ക് വീണ്ടും തിരിച്ച് വരും. അതിനുശേഷം നമുക്കിതിൽ കണക്ട് ചെയ്യേണ്ട എന്താണോ അത് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്റ്റാർട്ടിൻ്റെ ബട്ടണാണ് കൊടുക്കേണ്ടത്. അത് തന്നെയാണ് സ്റ്റോപ്പ്. നമുക്കൊന്ന് കണക്ട് ചെയ്തിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇതൊരു ചാർജർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നമുക്കിത് ഡിവൈസിലോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സെറ്റ് വെച്ചിട്ടുണ്ട്. ഓണല്ല. അതിനുശേഷം അതുപോലെ സ്റ്റാർട്ട് കൊടുക്കാം. സ്റ്റാർട്ട് കൊടുക്കുമ്പോഴത്തേക്ക് തൊട്ട് താഴെ തന്നെ പച്ച ഇൻഡിക്കേറ്റർ എത്തിയിട്ടുണ്ട്. ഇവിടെ ടൈം നമുക്ക് കാണാൻ പറ്റും. പോയിൻ്റ് ചെറുതായിട്ട് മിന്നുന്ന കാണാൻ പറ്റും. ഇനിയിപ്പോൾ ഇത് പുറകിലേക്കായിരിക്കും ഇതിൻ്റെ സമയം പോകുന്നത്. നമുക്കൊന്ന് നോക്കാം. ചാർജിങ് നടന്നുകൊണ്ടിരിക്കുന്ന കാണാം. ഇപ്പം 15 മിനിറ്റിലേക്ക് വീണ്ടും ഇത് തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോൾ സമയം 15 മിനിറ്റ് ഓഫായി. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ചാർജിങ് ഏതാണ്ട് കംപ്ലീറ്റ് ആയി. ഇത് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഡിവൈസ് ഓടി മിന്നു കാണുന്നുണ്ടോ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഒരു സമയം സെറ്റ് ചെയ്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. 6 ആംപിയറിന് അകത്ത് നിൽക്കുന്ന ഉപകരണങ്ങളാണ് കൂടുതൽ ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുമ്പോൾ കൂടുതലും ഇതുപോലുള്ള മൊബൈൽ ഫോണും കാര്യങ്ങളും ചെറിയ ഡിവൈസുകൾ പിന്നെ പ്രിൻ്റർ മെഷീന് അങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്.